ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് തീരുമാനിച്ച സുബോധനയുടെ ടീമിന് ഞാൻ വളരെയധികം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. കാരണം ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചർച്ചയാണ്. There are many questions which actually may not yield a right answer. There are many questions which will have many answers. ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല റൈറ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്നനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാറ്. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പതുക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. പണ്ട് നമ്മൾ കണ്ടിരുന്ന ഒരു ഡോക്ടറെ കണ്ടിരുന്ന ഒരു വളരെ എന്താ പറയുക, എല്ലാം ഡോക്ടറെ മുന്നിൽ സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഇതായിരുന്നെങ്കിൽ ഇന്ന് ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്ന ഒരു സാഹചര്യമാണ് കണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഉപഭോഗ സംസ്കാരം അത് കൂടുതലുണ്ട് എന്നും പല പഠനങ്ങളും ഇത് UK നടന്ന ഒരു സ്റ്റഡിയാണ്. UK നമ്മുടെ ഇന്ത്യയെക്കാട്ടിലും കുറച്ചുകൂടിയും ഭേദപ്പെട്ട ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ UK നടന്ന ഒരു സ്റ്റഡി അനുസരിച്ച് അത് കണ്ടിരുന്നത് 45% ഓഫ് ദ പീപ്പിൾ ദേ ഹാഡ് മിസ്ട്രസ്റ്റ് ടുവേർഡ്സ് ദെയർ ഫിസിഷ്യൻ. അവരെ ചികിത്സിച്ചിരുന്ന ഡോക്ടർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ ഒരു ചെറിയൊരു മിസ്ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഓബ്വിയസ്ലി മിസ്ട്രസ്റ്റ് ഉണ്ടായാൽ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് 60% ആൾക്കാർ എന്താ ചെയ്യുക, ഡോക്ടർ ഷോപ്പിംഗ് നടത്തും. അതായത് ഒരു ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് മറ്റൊരു ഡോക്ടറുടെ അടുത്തേക്ക്, പിന്നെ വേറൊരു ഡോക്ടറുടെ അടുത്തേക്ക്, ടിൽ ദേ ഹിയർ വാട്ട് ദേ ലൈക്ക് ടു ഹിയർ. ആ ഒരു സമയം വരെ ഒരു പേഷ്യൻ്റ് ഡോക്ടർ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഒരു ഡോക്ടർ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ എൻ്റെ MBBS ഞാൻ ചേർന്ന സമയം ഞാൻ ഓർക്കുമായിരുന്നു. 2005 ഓഗസ്റ്റ് 1 അതായിരുന്നു എൻ്റെ ആദ്യത്തെ ദിവസം. ഒരുപാട് കൊതിച്ച് ഒരുപാട് മോഹിച്ച് കിട്ടിയ ഒരു അഡ്മിഷനാണ് MBBS. അതും ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ്, നമ്മുടെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ജ്വൽ പൊസഷനായ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവിടെ അങ്ങനെ കയറുന്ന സമയത്ത് ഒരു ചെറിയ എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഇതിലൂടെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഗേറ്റിൻ്റെ അവിടെ തന്നെയുള്ള ഒരു ബോർഡിൽ നമ്മുടെ മോട്ടോ, സെൻറ്റ് ജോൺസിൻ്റെ മോട്ടോ അവിടെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മോട്ടോ എങ്ങനെയായിരുന്നു, ഹീ ഷാൽ ലിവ് ബിക്കോസ് ഓഫ് മീ. ഓ, കേൾക്കുമ്പോൾ ഭയങ്കര ഒരു കുളിർമ അല്ലേ, എന്ത് പവർ അതിന്, ഹീ ഷാൽ ലിവ് ബിക്കോസ് ഓഫ് മീ. പക്ഷേ വിത്തിൻ 5 minutes ഞങ്ങളുടെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് അന്ന് ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനായിരുന്ന റെവറൻഡ് ഫാദർ തോമസ് കളം അച്ഛൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ മോട്ടോൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ഹീ ഷാൽ ലിവ് ബിക്കോസ് ഓഫ് മീ. അതിൻ്റെ അകത്ത് ഹീ പേഷ്യൻ്റാണ്, പക്ഷേ ആ മീ എന്ന് പറയണത് നീ അല്ല എന്ന് മനസ്സിലാക്കുക. ആ മീ എന്ന് പറയണത് ദൈവമാണ്. ദാറ്റ് ഈസ് ദ ഗോഡ്. ദൈവമാണ് ഒരു ജീവൻ കൊടുക്കുന്നതും ദൈവമാണ് ആ ജീവൻ നിലനിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും. ലൈഫ് ഇസ് ഡിവൈൻ. ഏതൊരു ലൈഫിനും അതിൻ്റെ വാല്യൂ ഉണ്ട്. അതെത്ര വലിയ രോഗിയാണെങ്കിലും, അതെത്ര കഴിവുള്ളൊരു മനുഷ്യനാണെങ്കിലും കഴിവില്ലാത്തവളാണെങ്കിലും, എത്ര വലിയ പാപിയാണെങ്കിലും, ഏത് രാജ്യക്കാരനാണെങ്കിലും, അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ജീവനും ഒരു വിലയുണ്ട്. അത് ദൈവം കൊടുത്തിരിക്കുന്ന ജീവനും ദൈവം നിലനിർത്തുന്ന ഒരു ജീവനുമാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഞങ്ങളെപ്പോലെയുള്ള അവിടെ ഉണ്ടായിരുന്ന MBBS സ്റ്റുഡൻസിൻ്റെ റോൾ എന്താണ്? ജസ്റ്റ് ഇൻ്റർമീഡിയറീസ്, ജസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ദൈവത്തിൻ്റെ പ്ലാനിന് പദ്ധതികൾ അത് ഈ ഭൂമിയിൽ അന്വർത്ഥമാക്കാനായിട്ടുള്ള കൈകളും കാലുകളും മാത്രമാണ് നിങ്ങൾ. അതുകൊണ്ട് ആ മോട്ടോയിലെ മീ ആണ് നിങ്ങളെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ആ മീ ദൈവമാണ്. ആൻഡ് നിങ്ങൾ ആ ദൈവത്തിൻ്റെ കരങ്ങൾ മാത്രമാണ് എന്ന് അന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. അത് തന്നെയാണ് എനിക്ക് ഇന്നും ഈ ഒരു ചർച്ചയിലെ മൂലക്കല്ലായിട്ട് പറയാനുള്ളത്. ഞങ്ങൾ ഡോക്ടർമാരെന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കാം, ബട്ട് ഫസ്റ്റ് വി ആർ ഓൾ വെരി 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 ഹ്യൂമൻസ്. ഞങ്ങൾ വെറും മനുഷ്യരാണ്. ഒരു രോഗി വരുന്ന സമയത്ത് ആ രോഗി
ജീവിക്കുകയോ മരിക്കുകയോ എന്നൊന്നും പറയാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കാനുള്ള വേറെ ശക്തികളൊന്നും നമുക്കില്ല. നമ്മൾ ഡിവൈൻ ആയിട്ടുള്ള ഒന്നുമല്ല. വി ആർ ജസ്റ്റ് പ്രൊഫഷണൽസ് ഹു ഹാവ് ബീൻ ട്രെയിൻഡ്. ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് എന്താ പറയുക, കുറേ കോൺസ്റ്റലേഷൻസ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസിനെ റെക്കഗ്നൈസ് ചെയ്ത് ഇന്നതാണ് കണ്ടീഷൻ എന്ന് ഡയഗ്നോസ് ചെയ്ത് അതിനനുസരിച്ച് പഴയ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ അനുസരിച്ച് പല ട്രീറ്റ്മെൻറ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഒരു അറിവ്, അതാണ് നമ്മൾ ഈ MBBSലൂടെ പഠിക്കുന്നത്. അല്ലാതെ ഒരു രോഗി വരുന്ന സമയത്ത് ഇയാൾക്ക് ഇനി 24 മണിക്കൂറുള്ളൂന്നോ അല്ലെങ്കിൽ 36 മണിക്കൂറുള്ളൂന്നോ അല്ലെങ്കിൽ ഇയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നാളെ മുതൽ മോശമായിരിക്കുമെന്നോ അല്ലെങ്കിൽ ഇയാൾ എനിക്ക് നടക്കില്ല എന്നൊന്നും പറയാനുള്ള ഒരു രീതിയിലുള്ള ഒരു നോളജോ ഒരു അവകാശമോ ഒന്നും ഞങ്ങൾക്കില്ല. വി ആർ വെരി വെരി ഹ്യൂമൻസ്. നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. സാറ് നേരത്തെ പറഞ്ഞില്ലേ, ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻ ഫോർ എ സൺ. ഞങ്ങൾക്കും അത് അതുപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷനാണ്. ബട്ട് വാട്ട് വി നോ ലിറ്റിൽ മോർ ആർ സർട്ടൻ ഒബ്ജക്റ്റീവ് മെഷേഴ്സ്. കുറച്ച് ഒബ്ജക്റ്റീവായിട്ട് ചില സ്കെയിൽസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻ്റ് വരികയാണ്, ഇപ്പോൾ ഓൾഡ് ഏജിൽ തന്നെ ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ, ഇപ്പോൾ പണ്ട് മുതലുള്ള ഇവോൾവ് ചെയ്ത് വന്നേക്കുന്ന മെഡിക്കൽ കെയർ അനുസരിച്ച് നമുക്ക് പല സ്കോർസ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ എമർജൻസി കാഷ്വാലിറ്റിയിൽ വെച്ച് തന്നെ സീക്വൻഷ്യൽ ഓർഗൻ ഫെയിലിയർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സീക്വൻഷ്യൽ ഓർഗൻ ഫെയിലിയർ അസസ്മെൻറ്റ് ഇറ്റ്സ് വൺ ഓഫ് ദ സ്കോർസ്. പല സ്കോറുകളുണ്ട്. അതുപോലെ അതിനകത്ത് ഞാൻ ഒരു പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ ഞങ്ങൾ PICUകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് PSOFA, അതായത് പീഡിയാട്രിക് സീക്വൻഷ്യൽ ഓർഗൻ ഫെയിലിയർ അസസ്മെൻറ്റ്. ഇതുപോലെ തന്നെ അഡൽട്ട് മെഡിസിനിലും ഇവർ ICUവിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സീക്വൻഷ്യൽ ഓർഗൻ ഫെയിലിയർ അസസ്മെൻ്റ് ഉണ്ട്. ഇത് എല്ലാ ദിവസവും നമ്മൾ ഒരു രോഗിയിൽ ചെയ്യും. അതായത് രോഗിയുടെ ഓവറോൾ കണ്ടീഷൻ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും. വളരെ ഭയങ്കര ഡൈനാമിക്കാണ് ഒരു ICU എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ എമർജൻസി മെഡിസിനിൽ നിന്ന് ആ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മൾ ICUവിലേക്ക് പോയതിന് ശേഷം അതേ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കില്ല. ആ ഗ്രാഫ് ചിലപ്പോൾ കയറും, ചിലപ്പോൾ ഇറങ്ങും, ചിലപ്പോൾ കൂടുതൽ മോശമാവും, വീണ്ടും ഇമ്പ്രൂവ് ആവും. ഇതൊക്കെ അസസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ചില ഒബ്ജക്റ്റീവ് ടൂൾസ് ഉണ്ട്. അങ്ങനെ ഒരു ടൂളാണ് ഈ പറയുന്ന സീക്വൻഷ്യൽ ഓർഗൻ ഫെയിലിയർ അസസ്മെൻറ്റ്. അതിൻ്റെ അകത്ത് പല സിസ്റ്റംസും നമ്മൾ അസസ് ചെയ്യും. റെസ്പിറേറ്ററി സിസ്റ്റം, ആൾ വെൻറ്റിലേറ്ററിലാണോ, അപ്പോൾ വെൻറ്റിലേറ്ററിലാണെങ്കിൽ എത്ര പ്രഷേഴ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, എത്ര PEEP യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, എത്ര ഇൻസ്പിറേറ്ററി പ്രഷേഴ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ആൾക്ക് എത്ര ബ്രെത്ത് ടൈം കൊടുക്കണം, എത്ര റേറ്റിൽ വെക്കണം. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ആളുടെ ബോഡിക്കകത്ത് ആളുടെ ലങ്ങിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന PO2 അല്ലെങ്കിൽ ഓക്സിജൻ ലെവൽസ് എന്തോരം ഉണ്ട്, PCO2 അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് എത്രമാത്രം ബോഡിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ആസ്പെക്റ്റ് ലങ്ങിനുണ്ട്. അതുപോലെ തന്നെ കാർഡിയാക്കായിട്ട് ആൾക്ക് ബ്ലഡ് പ്രഷേഴ്സ് എന്തോരം ഉണ്ട്, ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം സപ്പോർട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഐനോട്രോപ്സ്, ഫ്ലൂയിഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അനുസരിച്ച് കാർഡിയാക്ക് വൈസ് ഒരു സ്കോർ കൊടുക്കുന്നു. റീനലായിട്ടുള്ള പാരാമീറ്റേഴ്സ് നോക്കും, എത്ര ഔട്ട്പുട്ട് ഉണ്ട്. ഒബ്ജക്റ്റീവായിട്ടുള്ള ചില ടെസ്റ്റുകളുണ്ട്, ബ്ലഡ് യൂറിയ ക്രിയാറ്റിൻ, അതൊക്കെ വേഴ്സൺ ചെയ്യുന്നുണ്ടോ, അതോ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ ലിവറിൻ്റെ ഭാഗത്ത് നിന്ന് ആൾക്ക് ബിലിറൂബിൻ എത്ര, അങ്ങനെ ഓരോ ഇൻവെസ്റ്റിഗേഷൻ വെച്ച് ഓരോ ഓർഗൻസിൻ്റെ പ്രവർത്തനം അനുസരിച്ച് നമ്മൾ ആ ഒരു സോഫ സ്കോർ തീരുമാനിക്കും. ആ സ്കോർ അനുസരിച്ചിട്ടാണ് നമ്മൾ ആൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഈ ഒരു സ്കോർ വെച്ചിട്ടാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കൗൺസിൽ ചെയ്യാൻ പോകുന്നത്. പേഷ്യൻറ്റിനോട് നമ്മൾ പറയും, അപ്പയുടെ റെസ്പിറേറ്ററി വൈസ് എങ്ങനെയാണ്, കാർഡിയാക്ക് വൈസ് എങ്ങനെയാണ്. ഓവറോൾ നമ്മൾ ഇന്നലത്തേക്കാളും ഇന്ന് നോക്കുവാണെങ്കിൽ ഈ 2 സ്കോറുകൾ വെച്ച് ഒബ്ജക്റ്റീവായിട്ട് കാണിച്ചു കൊടുക്കും, എന്താ കുറച്ച് ഡിറ്റീറിയേറ്റ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് എത്ര ശതമാനം ചാൻസ് ഉണ്ട് ഈ രോഗി ജീവിക്കാൻ, എത്ര ശതമാനം ചാൻസ് ഉണ്ട് ഈ രോഗി മരിക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു അസസ്മെൻറ്റ് പറയാനായിട്ട് അത് അത്രയും എളുപ്പമായിരിക്കില്ല. അത് പലപ്പോഴും ഡോക്ടേഴ്സിന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതുപോലത്തെ ഡിഫിക്കൽട്ടായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. എന്താണ് രോഗിയുടെ കണ്ടീഷൻ, നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനോട് രോഗി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, പ്രോഗ്നോസ്റ്റിക്കേഷൻ എങ്ങനെയാണ്
ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് രോഗി ജീവിക്കാൻ ഉള്ള ചാൻസസ് ഏറെക്കുറെ എത്രയാണ്, ഇത്രയൊക്കെ നമുക്ക് ജസ്റ്റ് പറയാൻ പറ്റും. ബാക്കി ആ രോഗിയുടെ ട്രീറ്റ്മെൻറ്റ് ഏത് രീതിയിൽ ഏത് വിധത്തിൽ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത് ആ തീരുമാനം എടുക്കുന്നത് ആ രോഗിയുടെ പേരൻസ് ആയിരിക്കും, കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ അവരുടെ കൂടെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റം, ഈ ഒരു കാര്യം അവരുടെ മുന്നിൽ വെക്കുക, നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഈ ഒരു കാര്യം വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഒരു ഇത്. പിന്നെ സാറ് പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്, എംപത്തി, ലാക്ക് ഓഫ് എംപത്തി. അത് ഡെഫിനറ്റ്ലി ഞങ്ങൾ ഡോക്ടർമാരുടെ ഇടയിലുള്ള ഇപ്പോൾ ഒന്ന് കയറി വരുന്ന ഒരു ചെറിയൊരു കാര്യമാണ്. ആൻഡ് ഞങ്ങളുടെ 5.5 വർഷക്കാലവും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്, നമുക്ക് വേറെ ഏതൊരു മെഡിക്കൽ നോളജ് നമുക്ക് ഇല്ലെങ്കിലും, ഏതൊരു സ്കില്ല് നമുക്ക് ഇല്ലെങ്കിലും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എംപത്തിയാണ്. ആ പേഷ്യൻറ്റിനെ മുഴുവനായിട്ടൊന്ന് കേൾക്കണം, അവരുടെ വിഷമം എന്താണെന്നൊന്ന് മനസ്സിലാക്കണം, അതിനനുസരിച്ച് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം, ആൻഡ് അതിനനുസരിച്ച് എംപത്തൈസ് ചെയ്യണം, മേ ബി അതിനനുസരിച്ച് ഒരു അഡ്വൈസ് കൊടുക്കണം. ആ എംപത്തി ഇന്ന് നമ്മളിൽ പലർക്കും ഇല്ല. അതിന് പക്ഷേ ഒരു ചെറിയ കാരണം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ മെഡിക്കൽ സിസ്റ്റം വളരെ ബേർഡൻഡാണ്. നമ്മളൊക്കെ വളരെ ഐഡിയലായിട്ട് നമ്മൾ കാണുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ഡോക്ടർ ടു പേഷ്യൻ്റ് റേഷ്യോ എത്രയാണെന്നറിയോ? 1:385. ഇതാണ് ലേറ്റസ്റ്റ് ഡേറ്റ. 1:385. 385 പേഷ്യൻസിന് ഒരു ഡോക്ടർ അവിടെയുണ്ട്. പക്ഷേ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്നറിയോ? 1:811. ഇനി ഈ 811 എല്ലാം അലോപ്പത്തിക് ഡോക്ടേഴ്സ് അല്ല. ഇതിനകത്ത് കുറേ ആയുഷ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സ്ട്രീമുണ്ട്, അതിൻ്റെ അകത്ത് കുറേ ഡോക്ടർമാരുണ്ട്. അപ്പോൾ 800 ആയിരിക്കില്ല, ചിലപ്പോൾ 1000 അല്ലെങ്കിൽ 1200 ഒക്കെ ആയിരിക്കും. അപ്പോൾ 1200 പേഷ്യൻസിന് ഒരു ഡോക്ടർ എന്ന രീതിയിലുള്ള ഒരു റേഷ്യോ ഉള്ള നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് വി ആർ ലൂസിങ് ദി എംപത്തി. അത് സംഭവിക്കരുത്. വി ആർ ലൂസിങ് ദാറ്റ്. ആ ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സൊന്ന് മരവിക്കുകയാണ്. നമുക്ക് അവരുടെ ഫീലിങ്സ് മനസ്സിലാവാതെ പോവാണ്. ഏറ്റവും മെയിനായിട്ടുള്ള കാരണം ഇതാണ്. പക്ഷെ നമ്മൾ ഡോക്ടേഴ്സ് കുറച്ചുകൂടി അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചർച്ചകളൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാവുന്നത്. കാരണം ആ സൈഡിലുള്ള ഒരാളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു എംപത്തി ഇല്ല എന്നുള്ളത് ശരിയാണ്. ആ എംപത്തി യൂസ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒബ്ജക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് വെച്ചിട്ടുള്ള ആളുടെ ഒരു കണ്ടീഷനും ആളുടെ ഒരു അവസ്ഥയും അതിനനുസരിച്ച് അവരെ തീരുമാനം എടുക്കാനായിട്ട് സഹായിക്കാൻ മാത്രമേ ഉള്ളൂ. തീരുമാനം എടുക്കുന്നത് അവരായിരിക്കണം. അപ്പോൾ അതാണ് ആസ് എ ഡോക്ടർ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വി ആർ ഓൺലി ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി മാത്രം. ചില ഇൻസ്റ്റൻസസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ എൻ്റെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഫൈനൽ ഇയറിലേക്ക് കടക്കുന്ന സമയത്ത്, MD ഫൈനൽ ഇയറിലേക്ക് കടക്കുന്ന സമയത്ത് ഞങ്ങൾ സെൻറ്റ് ജോൺസിൽ വെച്ച് ഒരു ഡെലിവറി ഉണ്ടായി. ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു, പേര് ഞാൻ മറന്നുപോയി. 24 ആഴ്ചയായിട്ടുള്ളൂ, 24 വീക്സ്. നമുക്കെല്ലാവർക്കും അറിയാം 40 വീക്ക് ജസ്റ്റേഷനാണ് ഒരു പ്രഗ്നൻസി. അതിൽ 24ാമത്തെ ആഴ്ചയിൽ തന്നെ ഈ ഡെലിവറി നടക്കുകയാണ്. ഒരു സിസേറിയൻ സെക്ഷൻ ആയി ഒരു ഡെലിവറി നടക്കുകയാണ്. 500 ഗ്രാമാണ് ആ കൊച്ചിന്. ആ കൊച്ചിത് ഇത്രയേ ഉള്ളൂ, ഇത്രയും. ഓക്കെ. ആ കൊച്ച് ജനിച്ചതിന് ശേഷം നമ്മൾ ഇവരോട് വളരെ പൂർ പ്രോഗ്നോസിസ് ആണ്. പഴയ കാലമെന്ന് ഓർക്കണം, ഇന്നത്തെ കാലത്തൊക്കെ അത് നമ്മൾ സാൽവേജ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2014-13 സമയത്തൊക്കെ ദാറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട്. അതിന് സാൽവേജ് എടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും, അതായത് ഞങ്ങളുടെ പ്രൊഫസേഴ്സൊക്കെ പറഞ്ഞു സർവൈവൽ റേറ്റ് വളരെ കുറവാണ്, മാത്രമല്ല പേഷ്യൻസ് വളരെ പുവറാണ്. അതുകൊണ്ട് ഇത് നമുക്ക് അവരോട് അതിനനുസരിച്ചാണ് കൗൺസിൽ ചെയ്യുന്നത്. ആൻഡ് വി ആർ എക്സ്പെക്റ്റിംഗ് ദെം ടു എന്താ പറയുക,
ആ സമയത്ത് കൊച്ചിനെ വെൻറ്റിലേറ്ററിൽ വെച്ചേക്കാണ്, മിനിമൽ പ്രഷേഴ്സിലൊക്കെ വെൻറ്റിലേറ്ററിൽ വെച്ചേക്കാണ്. ബാക്കി നമ്മൾ കൊടുക്കേണ്ട കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സർഫെക്റ്റൻ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കാൻ നമ്മൾ ഇത് ചെയ്യണം. പക്ഷെ അന്ന് നൈറ്റിലുണ്ടായിരുന്നു ഞാനും എൻ്റെ ഒരു സീനിയറുമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ കൊച്ചിനെ കണ്ടിങ്ങനെ പോണ സമയത്ത് ഈ കൊച്ചിനെ കൈ എടുത്തിട്ട് ഒരു ഒറ്റപ്പിടുത്തം, എൻ്റെ ചെറിയ വിരലിൻ്റെ ഇതിൽ ജസ്റ്റ് അവൻ്റെ ഫുൾ കൈ ഇരിക്കും, അതുപോലെ അത്രയും ചെറിയ കൈയാണ് ആ കൊച്ചിൻ്റെ. എൻ്റെ കൈ അങ്ങ് പിടിച്ചു. ഞാൻ ആ കൊച്ചിനെ നോക്കി. ആ കൊച്ച് ശരിക്കും എന്ന് പറഞ്ഞാൽ 24 വീക്സിൽ കണ്ണ് മുഴുവനായിട്ട് അങ്ങ് തുറക്കില്ല, പക്ഷെ ചെറിയൊരു സ്ലിറ്റിലൂടെ നമുക്ക് ആ ചെറുതായിട്ട് ആ കണ്ണൊന്ന് കാണാം, ആ കണ്ണിലെ തിളക്കമൊന്ന് കാണാം. ആൻഡ് ആ കൊച്ച് കയ്യും കാലൊക്കെ ഒന്ന് ആട്ടിയപ്പോൾ എനിക്ക് ശരിക്കും തോന്നി ഇതങ്ങനെ പോകാൻ പാടില്ല. ദിസ് ഈസ് ലൈഫ്. ആൻഡ് ദൈവത്തിന് ഈ കുട്ടിയെ ഇങ്ങനെ നമ്മുടെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ മേ ബി ദർ ഇസ് എ റീസൺ ഫോർ ഇറ്റ്. അപ്പോൾ മേ ബി വി ഷുഡ് ട്രൈ. ഐ ഡോണ്ട് സേ ദാറ്റ് ഇപ്പോൾ ഈ കൊച്ച് ഹി വാസ് എ ഫൈറ്റർ, ശരിക്കും ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ആൾ കുറച്ച് നേരമൊക്കെ അവിടെ സൃഷ്ടിച്ചത്. വളരെ മിനിമൽ പാരാമീറ്റേഴ്സിൽ ആൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതായത് വെൻറ്റിലേറ്ററിലൊക്കെ വളരെ മിനിമൽ പ്രഷേഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ HOD പറഞ്ഞ് പ്രൊഫസറിനോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൗൺസിൽ ചെയ്തു അമ്മേനെ. ആൻഡ് ഈ അമ്മ ഞങ്ങൾ കൗൺസിൽ ചെയ്തത് ശരിക്കും അവരാരും വിചാരിച്ചില്ല, ഞങ്ങൾ പോലും വിചാരിച്ചില്ല അവർ സമ്മതിക്കുമെന്ന്. പക്ഷേ ഈ പേരൻസ് സമ്മതിച്ചു, ടേക്ക് കെയർ ചെയ്യാനായിട്ട് സമ്മതിച്ചു. ഈ കൊച്ച് ഏകദേശം 2 മാസത്തോളം NICUണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഐ തിങ്ക് ഒരു 2 ആഴ്ചയോളം വെൻറ്റിലേറ്ററിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ചെറിയ ടേപ്പേർഡ് സപ്പോർട്ട്സിൽ ആളെ കൊണ്ടുവന്നു. ആൻഡ് ഈ കൊച്ച് പതുക്കെ ആഫ്റ്റർ 2 months നമ്മൾ കുറച്ചുകൂടിയും സ്റ്റെപ്പ് ഡൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്ന് കുറച്ചുകൂടിയും 1 മാസമൊക്കെ ആയപ്പോഴേക്കും അപ്പോഴേക്കും ആളുടെ ജസ്റ്റേഷൻ ഏജ് ഒരു 38-39 വീക്സ് ആയപ്പോൾ അമ്മയുടെ അടുത്തേക്ക് കൊടുത്തു. കൊച്ച് നല്ലൊരു സുന്ദരൻ, നന്നായിട്ട് പാല് കുടിക്കുന്നു. ഇന്നാൾ ഞാൻ ബാംഗ്ലൂർക്ക്, എൻ്റെ വീട് ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർക്ക് പോയപ്പോൾ സെൻറ്റ് ജോൺസിൽ പോയി. അവിടെ പോയപ്പോൾ എന്നെ അന്ന് ഉണ്ടായിരുന്ന എൻ്റെ ആ HOD എന്നെ അവനെ കാണിച്ചു തരികയാണ്, പരിചയപ്പെടുകയാണ്. നല്ല ഒത്ത മനുഷ്യൻ. അപ്പോൾ ഇത് അന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ജീവിക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇത് വേണ്ടാന്ന് അവരെ കൺവിൻസ് ചെയ്ത് ഈ കൊച്ചു പോയിരുന്നെങ്കിൽ ആ ജീവൻ ഇന്ന് അവിടെ നിൽക്കുമോ? ഇല്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വി ആർ ഓൺലി ഹ്യൂമൻസ്, വി കനോട്ട് ജഡ്ജ്, വി കനോട്ട് ഡിസൈഡ് വാട്ട് ഗോഡ് വാണ്ട്സ്, വി ക്യാൻ ഓൺലി ബി ദി ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഓഫ് ഹിസ് ടു ബ്രിങ് അബൌട്ട് വാട്ട് ഹി വിഷസ് ടു. ഇതുപോലെ തന്നെയാണ് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, അത് പീഡിയാട്രിക് ICUലാണ്, ഒരു 8 വയസ്സായിട്ടുള്ളൊരു കുട്ടി. ഈ കുട്ടി ഒരു ഡിഫ്തീരിയ, അതായത് ഇപ്പോൾ ശരിക്കും വാക്സിനേഷൻ വെച്ച് ഏകദേശമൊക്കെ വളരെയധികം അതിൻ്റെ പ്രെവലൻസ് കുറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഈ കുട്ടി കറക്റ്റ്ലി വാക്സിനേറ്റഡ് ആയിരുന്നില്ല. ആ ഔട്ട് ബ്രേക്കിൽ ഒരു 8 വയസ്സായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ കുട്ടി, ഇവന് ഡിഫ്തീരിയ ബാധിച്ചു. ഡിഫ്തീരിയ ഉണ്ടെന്ന് നമ്മൾ അറിയണത് അതിന് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ചില സൈൻസും സിംറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് നേരത്തെ കൂട്ടി അത് മനസ്സിലായി. അവനെ ICUവിൽ നമ്മൾ കൊണ്ടുവരണ സമയത്ത് അവൻ നമ്മളോട് സംസാരിച്ചുകൊണ്ട് വരണം. അവൻ സുഖമില്ല, ഹീസ് ഓൺ ബെഡ്, പക്ഷെ എന്നാലും ഹീ സ്പീക്കിംഗ് ടു അസ്. അവൻ തമാശ പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്, അവൻ ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ അവൻ കരയുന്നു, അവനെ ആശ്വസിപ്പിക്കുമ്പോൾ അവൻ നമ്മളോട് താല്പര്യമായിട്ട് സംസാരിക്കുന്നു. അവൻ്റെ പേരൻസും അവനും വളരെ നല്ലൊരു ബോണ്ട് ഷെയർ ചെയ്ത് പോവുകയാണ്. ഓക്കെ. ഈ ഡിഫ്തീരിയയ്ക്ക് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്, മയോകാർഡൈറ്റിസ്. അതെങ്ങാൻ വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല കിട്ടാൻ. ഈ കുട്ടി ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നിരുന്ന് ഇങ്ങനെ വരുമായിരുന്നു. നമ്മളിത് ഡിഫ്തീരിയ ആണെന്ന് മനസ്സിലാക്കി നമ്മളതിനുള്ള ആൻറ്റി ടോക്സിൻ ഉണ്ട്, ഇത് വരാതിരിക്കാനുള്ള ആൻറ്റി ടോക്സിനൊക്കെ ഉണ്ട്, നമ്മളത് കൊടുത്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മേ ബി ഇറ്റ് വാസ് ലിറ്റിൽ ലേറ്റ്. വന്ന് വിത്തിൻ 24 to 36 hours ഈ കൊച്ച് മയോകാർഡൈറ്റിസ് ഡെവലപ്പ് ചെയ്തു. ഈ മയോകാർഡൈറ്റിസ് ഡെവലപ്പ് ചെയ്യുമ്പോഴും കൊച്ചിന് ശരിക്കും ബോധമുണ്ട്. നമ്മൾ കൊച്ചിനോട് സംസാരിച്ചും കൊച്ചിന് ഇതൊക്കെ കൊടുത്തും പേരൻസിനോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, കൗൺസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേരൻസിന് ഒരുപാട് ഹോപ്പുണ്ട്. നമുക്കും ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അന്ന് കുറച്ചുകൂടി ചെറുപ്പമാണ്, അപ്പോൾ ഇതൊന്നും അധികം കണ്ടിട്ടില്ല. ഞങ്ങൾക്കും ഭയങ്കര ഒരു ഹോപ്പുണ്ട്, ശരിയാകും, എല്ലാം കൊടുത്തിട്ടുണ്ട്, ആൻറ്റി ടോക്സിനും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾക്കും ഹോപ്പുണ്ട്. പക്ഷേ പതുക്കെ മയോകാർഡൈറ്റിസ് ഭയങ്കര വലിയൊരു ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി, ടാക്കിക്കാർഡിയ,
പിന്നെ ചെറിയ ചെറിയ അരിത്മ്യാസ് തുടങ്ങി, SVT തുടങ്ങി. അധികം വൈകാതെ കൊച്ചിനെ വെന്റിലേറ്ററിൽ കയറ്റേണ്ടി വന്നു. 24 മണിക്കൂറിനുള്ളിൽ ആ കൊച്ചു പോയി. അപ്പോൾ ആ കുട്ടി ഒരു കുഴപ്പമില്ലാന്നും ആ കുട്ടി ജീവിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നിരുന്നവരെ നമ്മൾ. പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഞങ്ങൾക്ക്? ഒന്നുമില്ല. അതാണ് ഞാൻ പറയുന്നത്, വി ആർ ഹ്യൂമൻസ് ആൻഡ് വി ആർ നോട്ട് ഹിയർ ടു ഡിസൈഡ് വെദർ ഹൂ ലിവ്സ് ഓർ ഹൂ ഡസ് നോട്ട്. വി ആർ ഓൺലി ഹിയർ ടു ക്യാരി ഔട്ട് ഹിസ് പ്ലാൻ. അതിലെ ഇൻ്റർമീഡിയറീസ് മാത്രമാണ് നമ്മൾ. അതല്ലാതെ വേറെ ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ, അതായത് കൺസ്യൂമറിസം, അത് ഒരു ഡോക്ടർക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ കുറച്ച് നേരം മുമ്പ് എന്യൂമറേറ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഒരു കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ കൊമേഴ്ഷ്യലൈസേഷൻ ആൻഡ് കോർപ്പറേറ്റൈസേഷൻ ഓഫ് മെഡിക്കൽ കെയർ ആണ്. സാറ് ടുവേർഡ്സ് ദി എൻഡ് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചിരുന്നു. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രവണതയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു സേ കേരളത്തിൽ അത് വളരെ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ചില ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് ഐ തിങ്ക് ലാസ്റ്റ് ഇയർ സംവെയർ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞൊരു ആക്ട് വന്നിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് എല്ലായിടത്തും ഒരു യൂണിഫോമിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്. എല്ലായിടത്തും ഇന്ന ആൾക്കാർക്ക് ഇന്ന സാലറി, ഇന്ന പ്രൊസീജിയറിന് ഇന്ന രൂപ, അങ്ങനത്തെ ഒരു യൂണിഫോമിറ്റിയിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ കേരള മോഡൽ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? കേരള മോഡൽ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ എന്താ പറയുക, ഈക്വി ഡിസ്റ്റൻ്റ് ആയിട്ട് പല ചെറിയ ചെറിയ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോസ്പിറ്റൽസും ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ഒരു അസുഖം വരണ സമയത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന നമ്മുടെ ആദ്യത്തെ ഒരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റൽസൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക, ജസ്റ്റ് ഒരു മേ ബി OP കുറച്ച് 5-6 ബെഡുള്ള ഒരു IP ഒക്കെ കേറ്റർ ചെയ്യുന്ന ഒരു ബെഡായിരിക്കും. അപ്പോൾ ഇത്രയും ചെറിയ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ യൂണിഫോമൈസ് ചെയ്യാനോ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. വി വിൽ നോട്ട് ബി ഏബിൾ ടു ഡു. ആൻഡ് അതിൻ്റെ എഫക്റ്റായിട്ട് എന്താ ഉണ്ടാവുക? ഈ പറയുന്ന ചെറിയ ചെറിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ പൂട്ടിപ്പോകും, നഷ്ടത്തിൽ വന്ന് പൂട്ടിപ്പോകും. ആൻഡ് ഈ പൂട്ടിപ്പോകുന്ന ഇതുപോലത്തെ സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകൾ. പതുക്കെ ഇവിടെയും വന്നിട്ടുണ്ട്. ആൻഡ് ആ കോർപ്പറേറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഡോക്ടർ ശരിക്കും അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു കണ്ണി മാത്രമാണ്. പെട്ടുപോകുന്നതാണ്. ഒരു ഡോക്ടറും അങ്ങനെ ആയി തീരണം എന്ന് വിചാരിച്ചിട്ട് അവിടെ എത്തിപ്പെടുന്നതല്ല. അവിടെ നമ്മളെ ശരിക്കും ജഡ്ജ് ചെയ്ത് കളയും. നമ്മുടെ OP ഫുട്ഫോൾ എത്രയുണ്ട്, OP ഫുട്ഫോളിനനുസരിച്ച് OP to IP കൺവേർഷൻ എത്രയുണ്ട്, അതിനുശേഷം നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് എത്രയുണ്ട്, RPOB അതെത്രയുണ്ട്, നമ്മുടെ ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് പേഷ്യൻ്റ് സ്റ്റേസ് ഇൻ എ ഹോസ്പിറ്റൽ അതെത്രയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡോക്ടറെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നോർത്തിലും അതുപോലെ തന്നെ പല മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ വന്നേക്കുന്ന കോർപ്പറേറ്റ് സെറ്റപ്പുകളിലൊക്കെ ചെയ്യുന്നതാണ്. ആൻഡ് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടർലിയും ഒരു മീറ്റിംഗ് വിളിക്കും. ആ മീറ്റിങ്ങിൽ ആ ഡോക്ടർക്ക് ഈ പറയുന്ന കണക്കുകളൊക്കെ എങ്ങനെ അവതരിപ്പിക്കും. ആൻഡ് അതിൻ്റെ അകത്ത് ഡോക്ടറോട് പറയും, ഡോക്ടർ യു ആർ നോട്ട് ജനറേറ്റിംഗ് ഇനഫ്, ഇന്ന മേഖലകൾ നോക്ക്, നിങ്ങളുടെ ICUയിലേക്കുള്ള പേഷ്യൻറ്റിൻ്റെ വരവ് കുറവാണ്, OP to IP കൺവേർഷൻ കുറവാണ്. ഈ സാഹചര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ച് ഒരു ഡോക്ടറെ അണ്ടർ പ്രഷർ വരുത്തുകയാണ്. ആൻഡ് അതാണ് ഈ പറയണ ഉപഭോഗ സംസ്കാരത്തിലേക്ക് ഒരു ഡോക്ടറെ തള്ളിവിടുന്നത്. ആ ഡോക്ടർ എപ്പോഴും എന്താ പറയുക, ഡോക്ടർ എപ്പോഴും ആ ഡോക്ടറിൻ്റെ പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യാനല്ലേ നോക്കുകയുള്ളൂ, പ്രാക്ടീസ് ബിൽഡ് ചെയ്യാനല്ലേ നോക്കുകയുള്ളൂ. ഡോക്ടറാണെന്ന് കരുതി ഹോസ്പിറ്റലിൽ പണിയാൻ പറ്റുമോ? ഇല്ല. ഡോക്ടർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പണിയെടുക്കാനാണ് പോവുക. പക്ഷേ ആ ഹോസ്പിറ്റലിൽ ഇവൻ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യുക? ഹി വിൽ ഹാവ് ടു ഗിവ് അപ്പ്. ഐദർ ഹി വിൽ ഹാവ് ടു ബെൻഡ് ഹിസ് എത്തിക്സ് ഓർ ഹി വിൽ ഹാവ് ടു ഗിവ് അപ്പ് ആൻഡ് ഗോ ടു അനദർ പ്ലേസ്. ആൻഡ് നോർത്തിൽ ഇതൊരു ചെയിനാണ് ഇതൊക്കെ. അപ്പോൾ ഒരു സ്ഥലത്തെ മാനേജ്മെൻറ്റ് മറ്റേ സ്ഥലത്തെ മാനേജ്മെൻറ്റിനെ അറിയിക്കും, ഇതാണ് ഈ ഡോക്ടറിൻ്റെ പ്രശ്നം, OP to IP കുറവാണ് എന്ന് അറിയിക്കുക. അതിനനുസരിച്ച് ഈ ഡോക്ടർക്ക് കൂടുതലും വിഷമതകൾ അനുഭവിക്കും. ഈ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ, ഈ പറയുന്ന കുറേ നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഈ വിഷമങ്ങൾ
കൂടുതലും ഉണ്ടാവാനായിട്ടുള്ള കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡോക്ടർ ടു പേഷ്യൻ്റ് റേഷ്യോ വളരെ സ്ക്യൂഡ് ആയതുകൊണ്ടാണ്. അതിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് നമ്മുടെ ഹെൽത്ത് കെയറിലേക്ക് ബഡ്ജറ്ററി അലൊക്കേഷൻ അത് ഇമ്പ്രൂവ് ആവണം. ഇന്ന് നമ്മുടെ ബഡ്ജറ്ററി അലൊക്കേഷൻ എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇറ്റ്സ് എൻ അബിസ്മൽ 1.3% ഓഫ് ദി ബഡ്ജറ്റ്. 1% മാത്രമേ ബഡ്ജറ്റിൻ്റെ ഹെൽത്ത് കെയറിലേക്ക് വരുന്നുള്ളൂ. WHO അടക്കം പറയണത് 4% വേണമെന്നാണ് മിനിമം. ആൻഡ് നമ്മൾ വാഗ്ദാനം കൊടുക്കുന്നത് 2.5% എത്തിക്കുക എന്നാണ്. അപ്പോൾ അത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് ഈ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടുകയും ഹെൽത്ത് കെയറിൻ്റെ ഫെസിലിറ്റീസ് കൂട്ടുകയും നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും നല്ല സെറ്റപ്പ് ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാൻ പറ്റും എന്ന് തന്നെ എനിക്ക് തോന്നണേ. ഈ ഒരു അവസരം തന്നതിൽ ഞാൻ വീണ്ടും സുബോധനയോട് നന്ദി പറയുന്നു. താങ്ക് യു.